ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ജിപ്സി ഗേൾ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു വൺ ഡേ റൈഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം ഞാൻ കോഴിക്കോടാണുള്ളത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു അരിപ്പാറ വാട്ടർഫാൾസ്, കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു 41 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് അരിപ്പാറ വാട്ടർഫാൾസ്. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഒരാൾ കൂടെ വഴിയിൽ നിന്ന് ആഡ് ആവും. അപ്പം ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയെല്ലാം കുറവാണ്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ഡേഞ്ചർ, കുറച്ച് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ വെള്ളത്തിൽ വീണിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ പോയൊക്കെ എന്താ അവസ്ഥ ഏതവസ്ഥ ഒന്നും അറിയില്ല, പോയി നോക്കുക തന്നെ വേണം അവിടെ എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാനിവിടെ ഓൺ റോഡ് ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. പിന്നെ ബാക്കി പോകുന്ന വഴി വിഷ്വൽസ് എൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. ഒരു 350 മീറ്ററാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ഈ റോഡ് വഴി പോയിട്ട് നമുക്ക് നോക്കാം. എടുക്ക് എന്താടാ പോടാ ഗായ്സ്, എന്നെ അവർ കളിയാക്കുന്നു ഗൈസ്. എല്ലാ വ്ളോഗേഴ്സിൻ്റെയും ഒരു ബുദ്ധിമുട്ട് കൂടെ ഉള്ളവരുടെ കളിയാക്കലും മാത്രം ശ്രദ്ധിക്കുന്നു. എവിടെ അരിപ്പാറ വാട്ടർഫാൾസ് നമ്മൾ എത്തി ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് കയറി ചെറിയൊരു റോഡാണ്. ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ അരിപ്പാറ വാട്ടർഫാൾസ് പറയുന്നത്. സൈഡിലെല്ലാം കുറച്ച് മലയും റബ്ബറും ഒക്കെയാണ്. നമ്മൾ വരുന്ന വഴി ഇതിലെല്ലാം വെള്ളം പോയിട്ടുണ്ടോ തോന്നുന്നല്ലേ, വരുന്ന വഴിന്നാ ഞാൻ പറഞ്ഞത്. ഇത് കഷ്ടമാണ്, ഞാൻ പറയട്ടെ. കൊക്ക ഞാൻ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മള് എത്തി ഗായ്സ്. ഇനി ഇവിടെ ടൈമിങ് എപ്പോഴാന്ന് അറിയില്ല ഗായ്സ്, നമുക്ക് നോക്കാം. 9 to 5 ആണ്, ജസ്റ്റ് മിസ്. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 9 മണി മുതൽ 5 മണി വരെയാണ് ഓപ്പൺ ടൈം വരുന്നത്. എൻട്രി ഫീ 10 രൂപയാണ്, പിന്നെ വണ്ടിക്ക് 10 രൂപയാണ്. ഞങ്ങൾ 2 ബൈക്കായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. അല്ലേ വന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. വണ്ടിക്കും ഞങ്ങൾക്ക് 4 പേരും കൂടെ 60 രൂപയുടെ ടിക്കറ്റ്. 5 മണിയായി, ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ 4:45. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇൻ്റർലോക്ക് ഇട്ട വഴി കൂടെ ഇങ്ങനെ പോകണം. നമുക്ക് പോയി നോക്കാം. ലേറ്റായി നന്നായിട്ട്. 5 മണി വരെയാണ് ഇവിടെ ടൈം. ഇനി പോയിട്ട് പെട്ടെന്ന് കയറേണ്ട ഒരു അവസ്ഥയായി. ഇത് ഫുള്ള് കൊക്കോ തോട്ടാണ് കേട്ടോ. അതിൻ്റെ സൈഡ് ഫുള്ള്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പം നമ്മൾ നടന്നു പോകണേ. വെള്ളം പോകുന്ന സൗണ്ട് എനിക്കിങ്ങനെ കേൾക്കാനുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു 1 ഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോഴിക്കോടുള്ളവർക്കൊക്കെ സെറ്റായിരിക്കും വരാൻ, 1 ഡേയിലൊക്കെ ഇറങ്ങാൻ. പക്ഷെ ഞങ്ങൾ എത്തിയ സമയം കുറച്ച് വൈകിപ്പോയി. ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. സ്വിമ്മിങ് അലൗഡ്, ഇവിടെ സ്വിമ്മിങ് അലൗഡ് ഉള്ളത്. ഈ പുഴയിൽ കുളിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന. അതെ, പാലം ഏതില്ലേ നോക്കാം, അവിടെ പോയി നോക്കാം. എന്ത് ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. ഇവിടെയോ? ഇപ്പൊ എടാ കഴിഞ്ഞ മാസം 2 മാസം മുന്നേ 2 പിള്ളേർ ഇവിടെ മുങ്ങി മരിച്ചു കുളിക്കാൻ ഇറങ്ങിയിട്ട്. അതുകൊണ്ടായിരിക്കും. ഇവിടെ കായമുണ്ടടാ, കായം. അതിൽ വരുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് തോന്നുന്നത് ഇവര്. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മൾ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, സൂപ്പർ തെളിഞ്ഞ വെള്ളം ഇവിടെ ഉള്ളത്. ഇങ്ങനെ നടക്കാം. ഇതാണ് ആ പാലം. ഗൂഗിളെല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ പാലത്തിൻ്റെ ഫോട്ടോസ് എല്ലാം കിട്ടും, മാപ്പിൽ അടിച്ച് നോക്കുമ്പോൾ. ഇനി എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സ്പോട്ട് ഉണ്ടോ ഇല്ലയെന്നുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ല. ബട്ട് ദ വാട്ടർ ഇസ് സോ ക്ലിയർ. അവിടെ മാറാനൊരു ഇതിൻ്റെ ഒരു കല്ലിൻ്റെ ഒരു ഗുഹമാരി കണ്ടില്ല. ഡ്രസ്സൊക്കെ മാറാം, ഗേൾസൊക്കെ നമ്മൾ മൂഞ്ചോ ഗൈസ്. കുളിക്കാൻ ഡ്രസ്സെല്ലാം എടുത്തോണ്ട് വന്നിട്ട്, പക്ഷെ നല്ല വെള്ളം എല്ലാം ഉണ്ട്. പക്ഷെ കുളിക്കാനുള്ള സ്പേസ് ഉണ്ടോയെന്ന് മാത്രം അറിയില്ല. പക്ഷെ വെള്ളം നല്ല നീല കളർ, ഭയങ്കര അക്വ ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് കാണുന്നത്. ഇവിടെ ഇറങ്ങാണ്ടെങ്കിൽ നൈസായിരുന്നു, പക്ഷെ അറിഞ്ഞൂടാ.
അവസ്ഥയാണ് കഴിഞ്ഞ ഗൈസ്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലോസ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ ആകെ വന്നാൽ കാണാൻ ആകെ പാലം മാത്രമേ ഉള്ളൂ. പാലത്തിൻ്റെ അടുത്ത് താഴോട്ട് എത്ര നേരം നമുക്ക് നോക്കിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. അല്ലാതെ ചാടിച്ചാവണം എന്നുള്ളവർക്ക് വരാം. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഇറങ്ങാനുള്ള കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. സോ വെള്ളം എല്ലാം പക്ക ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. കണ്ടിട്ട് കൊതിയാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് റൂൾസ് ഇതൊക്കെ നമുക്ക് പാലിച്ചിട്ടേ പറ്റൂ. ഒലിച്ച് പോയിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമുക്കിവിടെ വേറെ എന്താ ഉള്ളത് വെച്ചാൽ വെറുതെ നടന്ന് നോക്കാം. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമില്ല. നത്തിങ് എൽസ്. ആ പാലല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ മഴ ആയതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഗാർഡ്സ് പറഞ്ഞത്. നവംബർ ടൈമിലൊക്കെ ആകുമ്പോൾ വേനൽക്കാലം ആ ഒരു ടൈമിലാകുമ്പോൾ മാത്രമേ കുളിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുള്ളൂ. അതെ, അപ്പോൾ വെള്ളം ഉണ്ടാവും എന്തോന്ന് അറിയില്ല. പക്ഷെ മഴ സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും. ഇനിയിപ്പോൾ നവംബർ ഇനി കുറേ ഉണ്ടല്ലോ അല്ലേ? നവംബർ ആകുമ്പോഴേ തുറന്നു കൊടുക്കുള്ളൂ പറഞ്ഞു. നവംബർ ആയിട്ട് എന്തിനാണ് സൺബാത്തിന് വരാനാണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ അരിപ്പാറയിൽ കുളിക്കാന്നുള്ള ആ ഒരു ആഗ്രഹം എങ്ങും മുഞ്ചി ഗൈസ്. അമ്മേ, ഒരാളുകൾ കുളിക്കാൻ റെഡിയല്ലായിട്ട് വന്നല്ലേ ജിനി? കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ആഘോഷിവിടെ വന്നതാ. എല്ലാം കൊളായി. പക്ഷെ കുറേ പേര് കയറി പോകുന്നുണ്ട്. എല്ലാവരും ചമ്മി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പോക്കാണത്. നമ്മൾ ചമ്മി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ആരോടും പറയണ്ട, അവരും പോയിട്ട് കണ്ടിട്ട് വരട്ടെ. 10 രൂപ ടിക്കറ്റിനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിക്കാനുള്ള സ്ഥലം നോക്കി ആനക്കമ്പയിൽ കൂടെ അന്വേഷിച്ച് പോവുകയാണ് ഗൈസ്. നല്ല റോഡാണ്. എല്ലാം നല്ല എന്താ പറയുക, തണുപ്പുണ്ട്. സൈഡിലെല്ലാം മലനിരകൾ. ആഹാ, അതെ, കുളിര് കോരുന്നു. അയ്യോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വെള്ളം എവിടെയാണ് അവിടെ കയറി ഞങ്ങൾ കുളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആനക്കമ്പയിലും കൂടെ നമുക്ക് പോയിട്ട് നോക്കാം എന്തുണ്ടാകുന്ന അവസ്ഥ ഒന്നും അറിയില്ല. എന്താ വഴിയാണെന്നാണ് അവിടെ ചോദിച്ചിട്ട് പറഞ്ഞത്. ഞങ്ങൾ ആ വഴി നോക്കിയപ്പോൾ മുത്തമ്പുഴ ആനക്കമ്പഴി താഴോട്ടാണല്ലോ കാണിക്കുന്നത്. നേരെയാണോ? അല്ല, ആനക്കമ്പൽ സ്ഥലത്താണ്. പക്ഷെ അതിന്റെ കൊടഞ്ചേരി, തുഷാരഗിരി, അടിവാരം, കൽപ്പറ്റ, ഉറക്കേപ്പാട്. അപ്പം നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല മഴ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല മഞ്ഞെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ആയി അടിപൊളി. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെയെങ്കിലും ഇറങ്ങാം ആ വെള്ളത്തില്. എന്നാലും ജീനിക്ക് കുളിച്ചേ പറ്റുള്ളൂ. ജീനി കുളിച്ചിട്ട് പോകണമെന്ന് ശബ്ദം എടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കൊന്ന് എവിടെയെങ്കിലും കുളിക്കാനുള്ള സ്പോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പ്, നല്ലൊരു പ്രത്യേക സുഖമുള്ള ഒരു സ്ഥലം. ഇവിടെയും കൂടെ ചോദിച്ചേക്കാം. അതെ, അപ്പൊ ആ പിള്ളേര് വരെ പറഞ്ഞു ഇപ്പൊ ഇറങ്ങണ്ട, ഇറങ്ങിക്കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും. കാരണം മലന്ന് വെള്ളം എന്നാ അറിയില്ല. സോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ കൊടുക്കാനുണ്ടാവില്ല. അല്ലേടാ, അപ്പൊ ഗൈസ് നമ്മുടെ കറന്റ് സിറ്റുവേഷൻ വെച്ചാൽ എവിടെയും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ മലയിൽനിന്ന് വെള്ളം ഒലിച്ചു വരുന്നത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇറങ്ങിക്കഴിഞ്ഞാൽ മലവെള്ളം വന്നുകഴിഞ്ഞാൽ നമുക്ക് എവിടെ ഓടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെയും ഇറങ്ങാൻ പറ്റില്ല. നമുക്കിനി വെള്ളം കണ്ടിട്ട് പോവാം. ഇവിടെ ഇറങ്ങാൻ വഴുക്കല. ഇവിടെ ഇപ്പൊ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വഴുക്കൽ. അപ്പോ എല്ലാരും പറയുന്നത് ഇപ്പൊ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. മലയിൽനിന്ന് മഴ പെയ്തിട്ട് വെള്ളം വരുമ്പോ നമുക്ക് ഇറങ്ങി ഓടാനുള്ളൊരു ടൈമോ സിറ്റുവേഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ നമുക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഗൈസ് നമ്മൾ കണ്ട വരുന്ന വഴിക്ക് ഏതോ ഒരു സ്പോട്ടിൽ നല്ല ആൾക്കാർ കുളിക്കുന്ന കണ്ടു. സോ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ പോയതാ. നോക്കട്ടെ, ഡാടാ കുറേ ആയി.
അപ്പൊ ഗായ്സ് നമ്മൾ കുളിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു ഗായ്സ്. വരുന്ന വഴിയില് ഒരു സ്പോട്ട് കണ്ടു. അവിടെ കുറെ പേര് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരായിരിക്കും, നാട്ടുകാരായിരിക്കും മേ ബി കുറെ പേര്. ദേ സാദിക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സാദിക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സാദിക്കടാ, ഓ ഈ പേടിക്കണ്ട, എന്റെ ഫോണിൽ ഭദ്ര. അവ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പ്രൈവസി നമുക്കത് എടുക്കണ്ട. ഓക്കെ, കുറെ പിള്ളേരും എല്ലാവരും കൂടെ കുളിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇറങ്ങാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഓക്കെ, കുളിക്കാം. വീഡിയോ എടുക്കണം. കുളിസീൻ പുഴയോ? കുളിസീൻ പിടിക്കാൻ. ആ കുളിസീനല്ലടാ, അങ്ങനെയല്ല. പുഴ കുളിക്കുമ്പോ ഞങ്ങൾ കുളിക്കാൻ പോണ മാമന്റെ. നൈസ് നൈസ് ഗൈസ്. ഇവിടെ നിറയെ ഇങ്ങനത്തെ ചെടികളാണ് ഗൈസ്. അതിൽ ഫുള്ള് പ്ലാസ്റ്റിക് ആണ് ഗൈസ്. പ്ലാസ്റ്റിക് ഉണ്ട്. അതെന്താ പ്ലാസ്റ്റിക് ഇട്ട് എന്താ പറയാ, ഡ്രസ്സ് ഊരിട്ട് മാറ്റി ഇട്ട് പോണതാണ്. ബാക്കിലതാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒരു കുളിയെല്ലാം കഴിഞ്ഞു. അവിടെ പിന്നെ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് പോലീസുകാരെല്ലാം വന്നിട്ട് പറഞ്ഞു. കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് തിരിച്ചു കയറി. നല്ല തണുത്ത വെള്ളം, നല്ല വെള്ളം, അങ്ങനെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കുളിക്കണം എന്ന് വിചാരിച്ച് വന്നതാ. പക്ഷെ അതിന്റെ വിഷമം അങ്ങനെ തീർന്നിട്ട് ജിനിന്റെ വിഷമം മാറി. നല്ല തണുത്ത വെള്ളത്തിലൊരു കുളിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഡ്രസ്സെല്ലാം മാറി നിൽക്കുകയാണ് ഗായ്സ്. ഇനി ഗായ്സ് നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള പരിപാടികളിലാണ്. പക്ഷെ നല്ല സ്ഥലം കേട്ടോ. പക്ഷെ മലയിൽ നിന്ന് വെള്ളം വരുമ്പോൾ നമുക്ക് കുറച്ച് സീനാണ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ പോയി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ നല്ലൊരു മഴയെല്ലാം കിട്ടി. ഞങ്ങൾ തിരിച്ചു വന്ന് ഇതിപ്പോൾ ഇവിടെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് എന്ത് മനസ്സിലായി? നമ്മൾ ജൂൺ ജൂലൈ ടൈമിൽ മൺസൂൺ ടൈമുകളിൽ അരിപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് വേണ്ട, ഭാഗത്തേക്ക് പോകണ്ട, വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കില്ല. നവംബർ ആവണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ചെറിയ ഒരു റൈഡും അവിടേക്ക് ഒന്ന് കണ്ടു. ചെറിയ നല്ലൊരു റൈഡ് കിട്ടി. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എന്തായിരിക്കും, ബൈ.